ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഞാൻ പാത്തു ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പരിപാടി, നമ്മൾ നഴ്സറിയിൽ നിന്ന് കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് പച്ചക്കറീൻ്റെ തൈകളും വാങ്ങിച്ചിട്ടുണ്ടായി, കുറച്ച് വിത്ത് വാങ്ങിച്ചിട്ടുണ്ടായി. പിന്നെ അതിൻ്റെ കൂടെ വാങ്ങിയതാണ് ഈ ഒരു പേര തൈ കേട്ടോ. എൻ്റെ പേര് റെഡ് ഡയമണ്ടാണ്. അത് എനിക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. അപ്പം ബഡ് ചെയ്തതാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങി കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാൻ ഈ ഒരു തൈ വാങ്ങിയത് ഏകദേശം ഒരു 240 രൂപ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതെ, ആ ഒരു റേറ്റ് തന്നെ ആയിരുന്നു. അപ്പം അത് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ച് അന്ന് തന്നെ വീട്ടിൽ കുറച്ച് പണിക്കായിട്ടൊരു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ. അപ്പോൾ ആളുടെ അടുത്ത് കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കുഴിയൊക്കെ ഒന്ന് റെഡിയാക്കുവാണ് കേട്ടോ. നമ്മൾ ഈ പേരത്തൈ വെക്കാൻ പോകുന്ന സ്ഥലത്ത് ഓൾറെഡി ഒരു തെങ്ങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ തെങ്ങ് പറിച്ച് നമ്മൾ അപ്പുറം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു ഭാഗത്ത് അത്യാവശ്യം സ്പേസ് ഉള്ള കാരണം അപ്പോൾ അവിടെ വെച്ചാൽ നന്നായി വളർന്നോളുന്ന ആൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ വെച്ചതാണ്. പിന്നെ നമ്മളുടെ ഈ ഒരു റംബുട്ടാൻ്റെ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, അത് അത്യാവശ്യം നല്ല ഉണങ്ങി നിന്നിരുന്നതാണ്. നമ്മൾ ഡെയിലി വെള്ളമൊഴിച്ചതായി ഇപ്പോൾ അതിന് ചെറിയ ചെറിയ ഇലകളൊക്കെ കിളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പം അത് കണ്ടപ്പം ആൾ പറയുവാണ് എന്നും അതിൻ്റെ ചുവട്ടിൽ നനവ് നിർത്തണം, അല്ലാന്നുണ്ടെങ്കിൽ അത് ഇനി ഉണങ്ങാൻ സാധ്യത ഉണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആളിതാ ചെടി നടുന്ന തിരക്കിലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇത് നമ്മളുടെ കാലാപ്പാടി വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു മാവ്. ഇത് ഇത്രയും തന്നെയുള്ള മാവായിട്ട് നമ്മൾ വാങ്ങി വെച്ചതാണേ. ഇതിന് അത്യാവശ്യം റേറ്റ് ആയിട്ടുണ്ടായിട്ടോ. നിന്ന് ഒരു ചേച്ചി വന്നപ്പോൾ ആൾ കൊണ്ടുവന്നതാണ് കേട്ടോ. നമ്മൾ ഓർഡർ കൊടുത്തിട്ട് ഈ ഒരു മാവിന് ഒരു 1500 രൂപയോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് ഇതേപോലെ തന്നെയായിരുന്നു നമ്മൾ മേടിച്ച സമയത്ത്. ഇപ്പോൾ കുറച്ച് നാളായി വെച്ചിട്ടെങ്കിലും കൂടി അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ ഓരോരുത്തർ പറയുന്നതൊക്കെ കേട്ടത് ഇത് നമ്മൾ വേഗം കായ്ക്കുമെന്ന് പറഞ്ഞാണ് അവർ തന്നത്. പക്ഷേ എനിക്ക് ഇത് 2-3 കൊല്ലത്തോളം ഇതിങ്ങനെ തന്നെ നിൽക്കുന്നതാണ് പറഞ്ഞ് കേട്ടത് കേട്ടോ. എനിക്കറിയില്ല, എന്തായാലും എന്തെങ്കിലും ഒരു മാങ്ങ ഉണ്ടായി അത് കഴിക്കാൻ പറ്റുന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങി വെച്ചതാണ് കേട്ടോ. നമ്മൾ ഈ ഒരു വീട് താമസിച്ച ശേഷം ഇതുപോലുള്ള മരങ്ങളൊന്നും ഇവിടെ വാങ്ങി വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇപ്പോൾ ചെടികളും വാങ്ങിക്കുന്നതിൻ്റെ കൂടെ ഒരു 5 ചെടി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒരെണ്ണമെങ്കിലും ഞാൻ ഇതേപോലുള്ള ഫ്രൂട്ടിൻ്റെ പ്ലാന്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പച്ചക്കറീൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ പേരത്തൈ നല്ല ഉഷാറായി കുഴിയൊക്കെ ആക്കിയിട്ട് ആളതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ആദ്യം തന്നെ മൂടുന്നതിന് മുന്നായിട്ട് മണ്ണിട്ട് മൂടുന്നതിന് മുന്നേ കുറച്ച് നമ്മൾ ജൈവവളം ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ എല്ലുപൊടി അതിൻ്റെ മുകളിൽ വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ജൈവവളം നമ്മൾ മണ്ണത്തിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. അങ്ങനെ അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. ഇതുപോലുള്ള പുതിയ പുതിയ ഗാർഡൻ വിശേഷങ്ങളൊക്കെ ഇനിയും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ മോളും കൂടെ നനക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വിശേഷം നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ.